ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ പള്ളിയിലെ ഓണം സെലിബ്രേഷൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. അത് ഒരു വ്ളോഗാണ്. അപ്പം അതെങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇതാണ് പള്ളിയുടെ ഫ്രണ്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്ന അത്തം. ആ ഒരു നടുക്ക് നമ്മുടെ ജൂബിലി 2025 ലോഗോ ആണ് കേട്ടോ. നന്നായിട്ട് അത്തം ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു അത്തം കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ പ്രോഗ്രാമിലേക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇത് നമ്മുടെ പള്ളിയിലെ കൊച്ചുകുട്ടികൾ ഒരു ഗ്രൂപ്പ് സോങ് പാടിയിട്ടുണ്ടായിരുന്നു. പൂവിളി എന്നെന്തോ പറഞ്ഞിട്ടൊരു പാട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞൊരു സുന്ദരിക്കുട്ടി ഇവാനിയ മരിയ, പുള്ളിക്കാരിയുടെ ഒരു സോളോ ഡാൻസ് ഉണ്ടായിരുന്നു. നന്നായിട്ട് തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു. സൂപ്പർ ഡാൻസ് ആയിരുന്നു. അതിൻ്റെ ചെറിയൊരു ക്ലിപ്പിങ്സാണ് കേട്ടോ ഇത്. സോ ആ കുട്ടി ഡാൻസ് കളിക്കുമ്പം ഓഡിയൻസായിട്ട് നമ്മുടെ പിള്ളേരായിക്കോട്ടെ, നമ്മുടെ മുതിർന്നവരായിക്കോട്ടെ, അവരെല്ലാവരും നല്ല രീതിക്ക് കൈയടിച്ച് ആ ഒരു കൊച്ചിനെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും പേര് എന്തുണ്ടായിരുന്നു, ഇന്നലത്തെ ഓണം സെലിബ്രേഷന് ഞങ്ങളുടെ പള്ളിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ പള്ളിയിൽ. അപ്പോൾ ഞാൻ ഈ ഒരു ജസ്റ്റ് ഒരു ഷോട്ട് എടുത്ത സമയത്ത് ഞാൻ പറഞ്ഞ എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഹായ് പറയുന്നൊരു സീനാണ് കേട്ടോ ഇത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ കൊച്ചു പിള്ളേരുടെ കസേര കളിയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം മീൻസ് ഞങ്ങളുടെ പള്ളിയിൽ റിലേറ്റ് ചെയ്ത് നടക്കും. ഇതിന് പള്ളിയിൽ രണ്ട് രീതിയിൽ നടത്താറുണ്ട്. കസേര റൗണ്ടിന് ഇട്ടിട്ട് നടത്താറുണ്ട്, ഈ ഒരു രീതിയിലും ഇട്ട് നടത്താറുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ നടത്തുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. നോർമലി നമ്മൾ കസേര കളി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സർക്കിളിന് ആ ഒരു റൗണ്ട് ഷേപ്പിൽ ഇട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, കസേര കളി കളിപ്പിക്കുന്നത്. പക്ഷേ ഇത് ഇവരിങ്ങനെ നീളത്തിന് ഇട്ടിട്ടായിരുന്നു കസേര കളി കളിപ്പിക്കുന്നുണ്ടായിരുന്നത്. ഓരോ സെക്ഷൻ വെച്ചിട്ടായിരുന്നു കേട്ടോ ഇത് നടത്തിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു കൊച്ചു കുട്ടി പോലും കണ്ട അവരെ ക്ലാപ്പ് ചെയ്ത് നല്ല രീതിക്ക് എനർജറ്റിക് ആയിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു സെക്ഷൻ്റെ കസേര കളി കഴിഞ്ഞു. അതിൽ അപ്പം തന്നെ ഇവരുടെ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത്, അതിൽ വിന്നേഴ്സായവർക്ക് അപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, സമ്മാനം കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസുമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു ഇത് കഴിഞ്ഞിട്ട് ആ ഒരു കാറ്റഗറി കഴിഞ്ഞിട്ട് അടുത്ത കാറ്റഗറിയിൽ ഇതാണ് കേട്ടോ. അതും സെയിം ഞാൻ പറഞ്ഞില്ല, അതെനിക്ക് നല്ലൊരു കാര്യമായിട്ടാണ് തോന്നിയത്. പിന്നെ എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കാതെ അപ്പോൾ ജയിക്കുന്ന ആ ഒരു സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ആ ഒരു ഹാപ്പിനെസ് നിലനിർത്താൻ വേണ്ടിയിട്ട് സ്റ്റുഡൻസിന് മാത്രമായിരുന്നില്ല മത്സരങ്ങൾ ഉണ്ടായിരുന്നത്, വലിയവർക്കും ഉണ്ടായിരുന്നു. ഇത് വലിയവരുടെ ആ ഒരു പോർഷനാണ് കേട്ടോ. ഇന്നലെ നടത്തിയിട്ടുണ്ടായിരുന്ന മത്സരങ്ങൾക്ക് ജയിച്ചിട്ടുള്ള എല്ലാവർക്കും ഫസ്റ്റ് സെക്കൻഡിനും അപ്പം തന്നെ ഒരു പ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതായിരുന്നു ആ ഒരു വലിയ കാറ്റഗറിയിൽ ഉണ്ടായിരുന്ന മത്സരം കേട്ടോ. അപ്പം എല്ലാവർക്കും എല്ലാ പ്രാവശ്യവും ഓണത്തിന് ഫസ്റ്റ് ഒരു കസേര കളി എന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ അതാണ് ഫസ്റ്റ് തന്നെ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇനി ബാക്കി അങ്ങോട്ടും വെറൈറ്റി ആയിട്ടുള്ള ഗെയിംസ് ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ ഈ ഒരു വലിയ കാറ്റഗറി കഴിഞ്ഞു. ഇത് നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന വലിയവരുടെ സ്ത്രീകളുടെ ഇതും ഇത് പുരുഷന്മാരുടെ ഇതുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കാണികളെല്ലാം ഭയങ്കര ഹാപ്പിനെസ്സിലായിരുന്നു. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് വേറൊരാൾ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ, നെക്സ്റ്റ് യൂട്യൂബർ. ഓക്കെ, അപ്പം അവരുടെ കളിയിലും വാശിയേറിയ പോരാട്ടം തന്നെയായിരുന്നു. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാതെ എല്ലാവരും നല്ല രീതിക്ക് തന്നെ സപ്പോർട്ട് ചെയ്ത് കളിക്കുന്ന ഒരു ഇതൊക്കെയായിരുന്നു. ഭയങ്കര നല്ല വൈബായിരുന്നു. എല്ലാവരും ഹാപ്പിനെസ്, ഓണം എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, ഒരു ഒത്തൊരുമയുടെ അല്ലെങ്കിൽ ഒരു സന്തോഷത്തിൻ്റെ സമ്പൽ സമൃദ്ധി എന്നൊക്കെ പറയുന്ന പോലെ ഭയങ്കര ഒരു ഹാപ്പിനെസ് ഉള്ള ഒരു ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൈസ് വിന്നറായ ആൽവിൻ കേട്ടോ, വലിയവരുടെ ഇതിൽ. അവൻ നോക്കി നോക്കി നിന്ന് കപ്പടിച്ച പോലെയായിരുന്നു ഇത്. ഓക്കെ, അങ്ങനെ നെക്സ്റ്റ് മത്സരം ഇതായിരുന്നു കേട്ടോ. കൊച്ചു പിള്ളേർക്ക് ഈ ഒരു ബലൂണ് തറയിൽ ഓരോരുത്തർക്കും ഓരോ ബലൂൺ അവരുടെ ഫ്രണ്ടിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ഓടി വന്നിട്ട് ഇരുന്ന് ആ ഒരു ബലൂണ് പൊട്ടിക്കുന്നതായിരുന്നു. ഭയങ്കര കൗതുകം തോന്നുന്ന കുറേ ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ചാക്കിൽ ചാട്ടമായിരുന്നു. ഇതിൽ ഫസ്റ്റ് പറയേണ്ടത്, ഗെയിം കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്. ഫസ്റ്റ് നമ്മുടെ ഹെൽത്ത് അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം നോക്കണം. കാരണം ചാക്കിൽ ചാട്ടം ചാടിയ കുറേ 2-3 പേരൊക്കെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, വീഴുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം ചാക്കിലിങ്ങനെ ചാടി വരുന്ന സമയത്ത് ഇങ്ങനെ മറിഞ്ഞ് വീഴുന്ന ഇതൊക്കെ ഉണ്ടായിരുന്നു. ആർക്കും വലിയ രീതിക്കുള്ള പരിക്ക് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഞാൻ പറയുന്നുള്ളൂ, എല്ലാവർക്കും ഒരു കൗതുകമാണ്, മനസ്സിലായോ. ഇതിലും പ്രായഭേദമന്യേ എല്ലാവരും കാറ്റഗറി വൈസാണ് മത്സരങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നി വലിയവർക്കൊക്കെ വന്നിട്ട് അവരുടേതായ ആ ഒരു ഓർമ്മകൾ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അടുത്ത ഗെയിം എന്ന് പറയുന്നത് നമ്മുടെ ടേബിളിൻ്റെ കാല് അവർക്ക് കൊടുത്തിട്ട് അത് അവിടെ ഇങ്ങനെ ജസ്റ്റ് പിടിച്ചിട്ട് അതിൽ ഒരു 10 റൗണ്ട് ഇങ്ങനെ കറങ്ങണം. കറങ്ങിയതിന് ശേഷം അവിടെ നിന്ന് ഫ്രണ്ടിലോട്ട് ഓടി അവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, ആ ഒരു പോയിൻറ്റിൻ്റെ അപ്പുറത്ത് പോകണം. ഓടി അവിടെ എത്തണം. ആരാണ് ഇതിൽ 10 റൗണ്ട് കറങ്ങിയിട്ട് ഓടി ആ ഒരു ലൈന് ആ ഒരു മാർക്ക് കടക്കുന്ന ആരാണ് അവർക്കാണ് ആ ഒരു വിന്നേഴ്സിനെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്.
അതിലെ വിന്നേഴ്സായിരുന്നു ഇവർ. അത് കഴിഞ്ഞിട്ട് എപ്പോഴും ഞാനൊക്കെ കൊച്ചിലല്ല, ഞാനൊരു ഡിഗ്രി ആ ഒരു ടൈം വരെയും കളിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഇതായിരുന്നു സുന്ദരിക്ക് പൊട്ട് തൊടൽ എന്ന് പറയുന്നത്. ഇത് നമ്മൾ കൊച്ചു കുട്ടികൾക്ക് മാത്രമേ നടത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് എനിക്ക് ഏറ്റവും കൗതുകകരമായ ഒരു ഗെയിമായിരുന്നു ഈ ഒരു കപ്പിൾ ചലഞ്ച് റൗണ്ട് എന്ന് പറയുന്നത്. അതായത് കല്യാണം കഴിഞ്ഞ അവർക്ക് വേണ്ടിയിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. നമ്മുടെ അമ്മമാർ, പപ്പമാർ, ആൻറ്റിമാർ, മാമന്മാർ അവർക്കൊക്കെ വേണ്ടിയിട്ട് നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു ഗെയിമായിരുന്നു. അതായത് ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതിൽ യെസ് ഓർ നോ പറയുന്ന ഒരു കപ്പിൾ ചലഞ്ച് ഗെയിമായിരുന്നു. അതിൽ വിന്നേഴ്സ് ആയവർക്കുള്ള സമ്മാനം കൊടുക്കുന്നതായിരുന്നു കേട്ടോ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഗെയിമായിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഈ ഒരു കറങ്ങി ഗോൾ അടിക്കൽ, അങ്ങനെ എന്തുവാണ് ഈ ഒരു ഗെയിമിൻ്റെ പേര്. ആ ഒരു ബക്കറ്റ് അവിടെ വെച്ചിട്ടുണ്ട്. സെയിം ഒരു 10 റൗണ്ട് കറങ്ങിയതിന് ശേഷം ആ ഒരു ബോള് ഫ്രണ്ടിൽ കാണുന്ന ഗോൾ പോസ്റ്റിലേക്ക് അടിച്ചിടുക എന്നുള്ളതായിരുന്നു. അപ്പം ആദ്യത്തെ പുള്ളിക്കാർ ഗോൾ അടിച്ചു. ഇതായിരുന്നു ആ ഒരു ഗോൾ പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം അതും സെയിം കാറ്റഗറി വൈസ് തന്നെയായിരുന്നു. കുട്ടികൾക്ക് പ്രത്യേകമായിട്ടും വലിയവർക്ക് പ്രത്യേകം, പിന്നെ മുകളിലോട്ട് വരുന്നതനുസരിച്ചിട്ട് പെൺകുട്ടികൾക്ക് വേറെ, ആൺകുട്ടികൾക്ക് വേറെ, അങ്ങനെയൊക്കെ തന്നെയായിരുന്നു മത്സരങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. സോ ഭയങ്കര എൻജോയ്മെൻ്റുള്ള ഗെയിം കാര്യങ്ങളൊക്കെ ആയിരുന്നു. സോ ഓണമാകുമ്പോൾ വടംവലി ഇല്ലാണ്ട് എന്താ അവസാനമല്ലേ. സോ അങ്ങനെ നേരെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നത് വടംവലിയിലേക്കായിരുന്നു. സോ ഇത് 35 വയസ്സിന് മുകളിലുള്ളവർക്കും 35 വയസ്സിന് താഴെയുള്ളവർക്കും, അങ്ങനെ പെൺകുട്ടികളുടെ കാറ്റഗറിയിലായിരുന്നു ഈ ഒരു വടംവലി മത്സരം ഉണ്ടായിരുന്നത്. ഇത് 35 വയസ്സിന് മുകളിലുള്ളവരും അപ്പുറത്ത് നിന്നത് 35 വയസ്സിന് മുകളിലുള്ളവരായിരുന്നു കേട്ടോ. പക്ഷെ നിങ്ങൾ വിചാരിക്കും, ഞാൻ ആദ്യം വിചാരിച്ച 35 വയസ്സിന് മുകളിലുള്ളവരായിരിക്കും ജയിക്കുകയെന്ന്. പക്ഷെ ജയിച്ചത് താഴെയുള്ളവരായിരുന്നു. സോ അത് കഴിഞ്ഞ് അടുത്ത് സെയിം കല്യാണം കഴിഞ്ഞവരും കല്യാണം കഴിക്കാത്തവരും, അതായിരുന്നു പുരുഷന്മാരുടെ ഇതിൽ വരുന്നത്. കപ്പും കൊണ്ട് ഞാൻ പോകുമെന്നും പറഞ്ഞിട്ട് ടീമിനെ എല്ലാം ബലപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് ഇത് കേട്ടോ. ഭയങ്കര ഒരു ഇതായിരുന്നു. ലാസ്റ്റ് കപ്പും കൊണ്ട് തന്നെ പോയി ഗൈസ്. ഞാൻ പറഞ്ഞ് തോറ്റിട്ടേ വരൂ എന്നൊക്കെ പറഞ്ഞു, ബട്ട് കപ്പും കൊണ്ട് പോയി അദ്ദേഹം. അല്ലാതെ നമുക്ക് നോക്കാം. അങ്ങനെ ഈ ഒരു വടംവലി ഭയങ്കര വാശിയേറിയ ഒരു വടംവലിയായിരുന്നു കേട്ടോ ഇത്. കാരണം കല്യാണം കഴിഞ്ഞവരും കല്യാണം കഴിക്കാത്തവരും ആ ഒരു കാറ്റഗറി ആയിരുന്നുകൊണ്ട് ഭയങ്കര വാശിയേറിയ പോരാട്ടം തന്നെയായിരുന്നു. സോ അങ്ങനെ വലിച്ച് ലാസ്റ്റ് ഈ വലിയിൽ ജയിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ടീം തന്നെയായിരുന്നു. ഇത് സ്ത്രീകൾക്ക് ജയിച്ചവർക്കുള്ള വാഴക്കൊലയാണ്. നെക്സ്റ്റ് ഈ ഒരു ടീമിൽ കപ്പും കൊണ്ടുപോയി. ഞാൻ കപ്പും കൊണ്ടേ പോകുമെന്ന് പറഞ്ഞ ആ ഒരാൾ അങ്ങനെ ആ ഒരു കപ്പും കൊണ്ടുപോയി സുഹൃത്തുക്കളെ. അങ്ങനെ ആ ഒരു ഇതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഞങ്ങൾ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് അവിടെ നിന്ന് ചേച്ചിയും അവരും പോസ് തരുന്നതാണ് കേട്ടോ ഇത്. അത് കഴിഞ്ഞ് ഇവിടെ പോസ് തരുന്നതനുസരിച്ചിട്ട് അവിടെ അങ്ങ് അറ്റു ഹായ് ഒക്കെ പറയുന്നവരുണ്ടായിരുന്നു. സോ അങ്ങനെ എല്ലാവരും നല്ല രീതിക്ക് എൻജോയ്മെൻറ്റ് ചെയ്ത് സദ്യയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു ആ ഒരു സദ്യ കഴിക്കുന്നതിൻ്റെ വിഷ്വൽസ് കാര്യമെന്ന് പറയുന്നത്. ഞാനും സദ്യ കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ. സോ അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇവിടുത്തെ ഓണം വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ.